UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിന്റെ അവതരണം ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ തുടരുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന UDFന്റെ പ്രഖ്യാപിത നയം അത് യാഥാർത്ഥ്യമാക്കുന്നതിനാണ് ഈ ബജറ്റിൽ പ്രധാന ഊന്നൽ. 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും UDF സർക്കാരിന്റെ ബജറ്റ് എന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും സതീശൻ പറഞ്ഞു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും കേന്ദ്ര വിഹിതത്തിലും കുറവ് വന്നെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. വായനാ ദിനത്തിലാണ് VD സതീശന്റെ കന്നി ബജറ്റ്. ബജറ്റിലെ പ്രധാന ഭാഗങ്ങൾ എഴുതിയത് മുഖ്യമന്ത്രി തന്നെയാണെന്നാണ് വിവരം. രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം തുടങ്ങിയത്. MLA മാർക്കും മന്ത്രിമാർക്കും ഹസ്തദാനം നൽകി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ആലിംഗനം ചെയ്ത് ഇരിപ്പിടത്തിലേക്ക് പ്രവേശിച്ചു. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശവും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് മാരിടൈം ഭൂപടത്തിൽ കേരളത്തിനെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനായി തീരദേശം, തുറമുഖങ്ങൾ, മറ്റ് ജലസ്രോതസ്സുകൾ സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. റോഡ്, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് മാരിടൈം സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനായി കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ നീക്കിവെക്കും. സംസ്ഥാനത്ത് മാരിടൈം മ്യൂസിയം സ്ഥാപിക്കാൻ 50 കോടി രൂപയും വകയിരുത്തി. മിഷൻ സമുദ്രയുടെ ഭാഗമായി വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കി മാറ്റും. വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങൾ വികസിപ്പിക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം, തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശത്തുള്ളവർക്ക് സംവരണം എന്നിവയും പ്രഖ്യാപിച്ചു. കേരളത്തിലെ കോളേജുകളിലെ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗും പ്രഖ്യാപിച്ചു. ദുർബല വിഭാഗങ്ങൾക്കായി വൺ കേരള കരുതൽ മിഷൻ എന്നിവയും ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളാണ്. കേരളത്തെ ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബാക്കാൻ 200 കോടി രൂപ നീക്കിവെച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബിനായി 200 കോടി രൂപ, സ്പേസ് പാർക്കിന് 5 കോടി രൂപ എന്നിവയും പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന് 10 കോടി രൂപ നീക്കിവെക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങും. സംസ്ഥാനത്തെ 10,000 MSCE സംരംഭങ്ങൾക്കായി 100 കോടി രൂപയും വകയിരുത്തി. കേരളത്തിന്റെ ഭക്ഷണ സംസ്കാരം പരിപാലിക്കുന്നതിനും കൈമാറുന്നതിനും പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. ഇതിനായി 2 കോടി രൂപയും വകയിരുത്തി. ബാലരാമപുരം നാവായ്ക്കുളം റിംഗ് റോഡ് പദ്ധതിക്ക് 100 കോടി. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും. ചാലക്കുടിയിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ സ്മാരകം. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കും. മലപ്പുറത്ത് ക്യാൻസർ സെന്റർ. സിനിമാ നടൻ സലീം കുമാറിന് എറണാകുളത്ത് സ്മാരകം നിർമ്മിക്കാൻ 1 കോടി രൂപ. ആറന്മുള കണ്ണാടി എക്സിബിഷൻ സെന്ററിന് 1 കോടി. കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് എലിവേറ്റഡ് ഹൈവേ പഠനത്തിന് 1 കോടി. കോട്ടയത്തെ സ്കൈവാക്കിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. നിലമ്പൂർ സർക്കാർ കോളേജിന് സ്വന്തമായി കെട്ടിടമുണ്ടാകും. ഭൂമിയുടെ ന്യായവില സമഗ്രമായി പുനഃപരിശോധിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതുപ്രകാരം ഓരോ കുടുംബത്തിനും വർഷം 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി. ഓപ്പറേഷൻ തൂഫാന് 10 കോടി. വനിതകളെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരാക്കും. സെക്രട്ടേറിയറ്റിലെ ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ട് കുറയ്ക്കും. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡൽ വികസിപ്പിക്കും. ഇൻസുലിൻ പമ്പ് തദ്ദേശീയമായി വികസിപ്പിക്കാൻ സർക്കാർ സഹായം. എക്സൈസ് വകുപ്പിന് കെമിക്കൽ എക്സാമിനേഷൻ ലാബ്. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി. വിദ്യാർത്ഥികളിലെ ഗ്രാന്റുകൾ സമയബന്ധിതമായി നടപ്പാക്കും. ഭിന്നശേഷിക്കാർക്ക് പൊതുവിടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ. തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജ്, ഹരിപ്പാട് മെഡിക്കൽ കോളേജ് എന്നിവയും പദ്ധതിയിൽ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ക്യാൻസർ പ്രതിരോധത്തിന് മുന്തിയ പരിഗണനയുണ്ടാകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ നീക്കിവെച്ചു. അതുപോലെ തന്നെ ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി. കായിക യുവജന മേഖലയ്ക്ക് 175.77 കോടി. എല്ലാ പ്രധാന സർവകലാശാലകളിലും സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രത്യേക പരിഗണന. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കും. ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കും. മുസിരിസ് ടൂറിസം പദ്ധതി വിപുലീകരിക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പാക്കും. ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ. ജെൻസി ആൻഡ് ന്യൂ ജെൻ ടെക്നോളജി വികസനത്തിനായി 50 കോടി. മലയാളം AI സംരംഭത്തിന് 10 കോടി രൂപ. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, അതിന് പ്രാഥമികമായി 10 കോടി രൂപ.
അതുപോലെ തന്നെ ഈ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്ന് അത് വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ നീക്കിവെക്കുമെന്നുള്ളതാണ്. ആ പദ്ധതിയുടെ പേര് വൺ കേരള കരുതൽ മിഷൻ എന്നതാണ്. പ്രധാനമായും അർഹരായ രോഗികളെ ആ ഗുണഭോക്താക്കൾക്ക് അതിന്റെ സഹായമുണ്ടാകും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ നീക്കിവെക്കും. അതുപോലെ തന്നെ പെൻഷൻ പ്രായം ഉയർത്തില്ല എന്ന പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് 2% DA പ്രഖ്യാപിക്കുന്നതും അതും ബജറ്റിന്റെ പരിഗണനയിലുള്ള കാര്യമാണ്. ക്ഷേമ പെൻഷന് 2000 നിന്ന് 3000 രൂപയാക്കുമെന്നായിരുന്നു UDFന്റെ വാഗ്ദാനം. ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ ഈ ബജറ്റിൽ തന്നെ ആദ്യ വർധനം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ സഹായവും അതും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള ഒരു നിർണായക വിവരം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ മൃഗസംഘർഷം ലഘൂകരിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ സജ്ജമാക്കും. ഇതിനായി 192 കോടി രൂപയാണ് വകയിരുത്തിയത്. കർഷകർക്ക് കൈത്താങ്ങായി നിരവധി പദ്ധതികളും ഈ ബജറ്റിൽ അതിന്റെ പ്രഖ്യാപനങ്ങളുണ്ട്. ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. ക്ഷീരവികസനത്തിനായി 102 കോടി വകയെടുത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ അതിനും പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ പ്രതിദിന പാൽ ഉൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. JC ഡാനിയലിന്റെ പേരിൽ കൊച്ചിയിൽ ഫിലിം സിറ്റി ആരംഭിക്കും. അതിനായി 100 കോടി വകയെടുത്തും. തൊഴിലവസരം ഉണ്ടാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാകും. ഇതിനായി ആദ്യഘട്ടത്തിൽ വകയെടുത്തത് 2 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി കേരള നോളേജ് വാലി എന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും മികച്ച അക്കാദമിക്ക് അതിനെ പ്രത്യേക പ്രോഗ്രാമുകൾ കൊണ്ടുവരും. മികവിന്റെ കേന്ദ്രങ്ങളാക്കാനാണ് ഈ പദ്ധതി പ്രകാരം, ഇത്തരത്തിലുള്ള നോളജ് പദ്ധതി പ്രകാരം ഇതെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളാക്കാനാണ് ഇത്തരം പ്രോഗ്രാമുകൾ സർക്കാർ കൊണ്ടുവരുന്നത്. പ്രധാനമായും എന്തായാലും മുൻനിര സ്ഥാപനങ്ങളുമായും ഇതിനൊരു ടൈപ്പ് ഉണ്ടാവും, അതുമായി സഹകരിക്കും. വിമാനത്താവള വികസനത്തിനായി 200 കോടി രൂപ, അത് പ്രധാനപ്പെട്ട 4 വിമാനത്താവളങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കും ആ പദ്ധതിക്ക് തുടക്കമാവുക എന്നിവയാണ് എന്തായാലും നിയമസഭയിൽ ഇപ്പോഴും പുരോഗമിക്കുന്ന ബജറ്റിൽ ഇതുവരെ പറഞ്ഞിരിക്കുന്ന പ്രധാന പദ്ധതികളും പ്രഖ്യാപനങ്ങളും.